Hi friends, എല്ലാവർക്കും ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസ് ഓണം എക്സാം 2023 ആൻസർ കീ ആണ്. അപ്പോൾ 40 മാർക്കിനാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. ആൻസർ any 5 from questions 1 to 6 each carries 2 scores. അപ്പോൾ 5 ക്വസ്റ്റ്യൻസിൻ്റെ ആൻസറാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ അറിയാവുന്ന 5 ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക. ഓരോന്നിനും 2 മാർക്ക് വീതമാണ്. അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം. പോയിന്റ് ഔട്ട് 2 റീസൺസ് ഫോർ ദ ചേഞ്ച് ഓഫ് ഹ്യൂമൻ ഫ്രം ഫുഡ് ഗാദറിംഗ് ടു ഫുഡ് പ്രൊഡക്ഷൻ ഡ്യൂറിങ് നിയോലിത്തിക് ഏജ്. അപ്പം നിയോലിത്തിക് ഏജിൽ ഫുഡ് ഗാദറിംഗിൽ നിന്ന് ഫുഡ് പ്രൊഡക്ഷനിലേക്ക് മാറി. അതിനുള്ള കാരണങ്ങൾ ഏതെങ്കിലും 2 എണ്ണം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഒന്ന് എഴുതാം എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, രണ്ടാമത്തേത് സ്കേഴ്സിറ്റി ഓഫ് ഫുഡ് അല്ലെങ്കിൽ പോപ്പുലേഷൻ ഗ്രോത്ത്. ഇതിലേതെങ്കിലും 2 എണ്ണം എഴുതിയാൽ മതി. എൻവയോൺമെൻറ്റൽ ചേഞ്ചസ്, സ്കേഴ്സിറ്റി ഓഫ് ഫുഡ്, പിന്നെ പോപ്പുലേഷൻ ഓഫ് ഗ്രോത്ത്. എന്തൊക്കെയാണ്? പരിസ്ഥിതിയിലുണ്ടായ മാറ്റങ്ങൾ, അതേപോലെ തന്നെ ഭക്ഷണത്തിൻ്റെ ലഭ്യത കുറവ്, ജനസംഖ്യ വർധനവ്. ഓക്കെ, ഇനി രണ്ടാമത്തെ ചോദ്യം നോക്കാം. മെൻഷൻ ദ ഫീച്ചേഴ്സ് ഓഫ് എർത്ത് ക്രസ്റ്റ്. എർത്ത് ക്രസ്റ്റിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. ഓക്കെ, എന്തൊക്കെയാണ്? ഭൂമിയുടെ താരതമ്യേന നേർത്ത പുറന്തോടാണ് ഭൂവൽക്കം എന്ന് പറയുന്നത്. ഏകദേശം 40 കിലോമീറ്റർ കനമാണ്. 2 ഭാഗങ്ങളാണുള്ളത്, വൻകര ഭൂവൽക്കവും സമുദ്ര ഭൂവൽക്കവും. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? തിൻ ഔട്ടർ ഷെൽ ഓഫ് ദ എർത്ത്, തിൻ ഔട്ടർ ഷെൽ ഓഫ് ദ എർത്ത് 40 കിലോമീറ്റർ തിക്ക്, 2 parts continental crust, oceanic crust. 2 parts ആണുള്ളത്. crust has 2 parts continental crust and oceanic crust. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഈസ് സിഗ്രാത്ത്? റൈറ്റ് എനി 1 ഫീച്ചേഴ്സ് ഓഫ് സിഗ്രാത്ത്. എന്താണ് സിഗ്രാത്തുകൾ എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ഫീച്ചർ എഴുതാനാണ്. ദ കൺസ്ട്രക്ഷൻ ഓഫ് ടെമ്പിൾസ് വിച്ച് ഈസ് ദ എവിഡൻസ് ഓഫ് ദ അമേസിംഗ് ആർക്കിടെക്ചർ സ്കിൽസ് ഓഫ് ദ ഏൻഷ്യൻറ്റ് മൊസോപ്പൊട്ടേമിയൻസ് ഈസ് കോൾഡ് സിഗ്രാത്ത്. അപ്പോൾ സിഗ്രാത്ത് എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താണ്? മൊസോപ്പൊട്ടേമിയയിലെ ജനതയുടെ ആരാധനാലയങ്ങളാണ് സിഗ്രാത്തുകൾ. നഗരങ്ങളിലാണ് ഈ ആരാധനാലയങ്ങൾ നിർമ്മിച്ചിരുന്നത്. പിന്നെ മൺകൂനകൾ നിർമ്മിച്ച് അതിനു മുകളിൽ ഇഷ്ടികൾ പതിച്ചാണ് ഇത് ഉപയോഗിച്ചിരുന്നത്. അപ്പോൾ ഫീച്ചേഴ്സായിട്ട് നമുക്ക് എന്തെല്ലാം എഴുതാം? ഫീച്ചേഴ്സായിട്ട് നമുക്ക് എഴുതാം ദേ വർ കൺസ്ട്രക്റ്റഡ് ഇൻ സിറ്റീസ്. എവിടെയായിരുന്നു? സിറ്റീസിലായിരുന്നു. ദേ വർ കൺസ്ട്രക്റ്റഡ് ഇൻ സിറ്റീസ്. ദേ വർ ബിൽറ്റ് ഓൺ ആർട്ടിഫിഷ്യൽ ഹിലോക്സ് യൂസിങ് ബ്രിക്സ്. ഓക്കെ, ഇനി അടുത്ത 4ാമത്തെ ചോദ്യം. ഇൻഡസ് വാലി സിവിലൈസേഷൻ. അപ്പോൾ ആരാണ് ഇൻഡസ് വാലി സിവിലൈസേഷൻ? എന്നും എന്തെഴുതാം? R.D. ബാനർജി. എന്താണ്? R.D. ബാനർജി, ദയാറാം സാഹ്നി. ഇനി മോഹൻജദാരോ കണ്ടുപിടിച്ചത് ആരാണ്? R.D. ബാനർജി. അതേപോലെ ദയാറാം സാഹ്നി കണ്ടുപിടിച്ചത് എന്താണ്? ഹാരപ്പ. ഓക്കെ, അപ്പോൾ ബി ഹാരപ്പ, എ എന്താണ്? R.D. ബാനർജി. ഇനി അടുത്ത 5ാമത്തെ ചോദ്യം നോക്കാം. ഐഡൻറ്റിഫൈ ദ പാലിയോലിത്തിക് സൈറ്റ് ഇൻ മധ്യപ്രദേശ്. മധ്യപ്രദേശിലുള്ള ഒരു പാലിയോലിത്തിക് സൈറ്റ് ഏതാണ്? ഭീംബഡ്ക അല്ലേ? ഭീംബഡ്ക. എന്താണ്? ഭീംബഡ്ക. ഓർ ഗീവ് ആൻ എക്സാമ്പിൾ, മെൻഷൻ ദ സൈലൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് ദ സൈറ്റ്. ഇതിൻ്റെ ഫീച്ചർ എഴുതാനാണ്. 1 മാർക്കിൻ്റെ ചോദ്യം. അതായത് ഭീംബഡ്കക്ക് നമുക്ക് 1 മാർക്ക് കിട്ടും. ഇനി ഫീച്ചർ ഏതെങ്കിലും ഒന്ന് എഴുതിയാൽ മതി. റോക്ക് ഷെൽട്ടർ വാസ് ദ സൈലൻറ്റ് ഫീച്ചർ ഓഫ് പാലിയോലിത്തിക് സൈറ്റ് ഇൻ മധ്യപ്രദേശ്. എന്താണ്? റോക്ക് ഷെൽട്ടർ. ഓക്കെ, ഇനി 6ാമത്തെ ചോദ്യം. ഹൗ ആർ ഇഗ്നീഷ്യസ് റോക്സ് ഫോംഡ്? ഗിവ് ആൻ എക്സാമ്പിൾ ഓഫ് ഇഗ്നീഷ്യസ് റോക്സ്. അപ്പോൾ ഇഗ്നീഷ്യസ് റോക്സ് ഫോംഡ് ബൈ ദ മോൾട്ടൺ റോക്ക് മെറ്റീരിയൽ റൈസിംഗ് ത്രൂ ദ ഫിഷേഴ്സ് ഇൻ ദ ക്രസ്റ്റ് ആൻഡ് സോളിഡിഫൈ ഐദർ ഓൺ ദ സർഫസ് ഓഫ് ദ എർത്ത് ഓർ വിത്തിൻ ദ ക്രസ്റ്റ് ഇറ്റ്സെൽഫ്. എന്താണ്? formed by the molten rock material rising through the fissures in the crust and solidifying either on the surface of the earth or within the crust itself. An example ആയിട്ട് എന്തൊക്കെ എഴുതാം? ഗ്രാനൈറ്റും ബസാൾട്ടും എഴുതാം. അപ്പോൾ ആദ്യത്തെ 5 ക്വസ്റ്റ്യൻസ് നമ്മൾ ഫുള്ളാക്കി. 2 മാർക്ക് വീതമാണ്. 10 മാർക്കാണ് നമുക്ക് ഇതിൽ ശരിയായ വിധത്തിൽ നിങ്ങൾ ആൻസർ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് 10 മാർക്കാണ്. 5 ചോദ്യങ്ങൾക്ക് ഓരോ ചോദ്യത്തിനും 2 മാർക്ക് വീതമാണ്. അപ്പോൾ ആകെ 10 മാർക്ക്. ഇനി അടുത്തത് സെക്ഷൻ നോക്കാം. ആൻസർ എനി 4 ക്വസ്റ്റ്യൻസ് ഫ്രം 7 to 11 ഈച്ച് ക്യാരീസ് 3 സ്കോർ. അതായത് 3 മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഇനിയുള്ളത്. അപ്പോൾ ഏതൊക്കെയാണ് ചോദ്യങ്ങൾ എന്ന് നോക്കാം. ആദ്യത്തേത് വാട്ട് ഈസ് വെതറിങ്. ഇതൊക്കെ നമ്മൾ ഇതിനു മുമ്പേ ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ പഠിച്ചതാണ് വെതറിങ്. ഓക്കെ, വെതറിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? നെയിം
any two types of weathering. Weathering എന്ന് പറഞ്ഞാൽ എന്താണ്? ഡിസ്ഇൻറ്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിങ്. വെതറിങ് എന്ന് പറഞ്ഞാൽ ഡിസ്ഇൻറ്റഗ്രേഷൻ ഓർ ഡീകമ്പോസിഷൻ ഓഫ് റോക്സ് ഈസ് നോൺ ആസ് വെതറിങ്. ഇനി ടൈപ്സ് ഓഫ് വെതറിങ് എന്താണ്? 3 തരം വെതറിങ് ഉണ്ട്. അത് 2 എണ്ണം നമുക്ക് എഴുതിയാൽ മതി. ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ്. ഏതൊക്കെയാണ്? ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ്, കെമിക്കൽ വെതറിങ്, ബയോളജിക്കൽ വെതറിങ്. ഇനി അടുത്ത 8ാമത്തെ ചോദ്യം, റൈറ്റ് 3 ഫീച്ചേഴ്സ് ഓഫ് രാജ്യസഭ. രാജ്യസഭയുടെ 3 ഫീച്ചേഴ്സ് എഴുതാണ്. ഇത് നമ്മൾ പഠിച്ചാണ്. 238 ഇലക്റ്റഡ് മെമ്പേഴ്സ്. എത്ര ഇലക്റ്റഡ് മെമ്പേഴ്സ് ആണുള്ളത്? 238 ഇലക്റ്റഡ് മെമ്പേഴ്സ്. 12 നോമിനേറ്റഡ് മെമ്പേഴ്സ് നോൺ ആസ് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് പെർമനൻറ്റ് ഹൗസ്. ഏതെങ്കിലും 3 ഫീച്ചേഴ്സ് എഴുതിയാൽ മതി. 238 തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളുണ്ട്. നോമിനേറ്റഡ് അംഗങ്ങൾ 12 ആണ്. കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്നറിയപ്പെടുന്നു. ഇതൊരു സ്ഥിരം സഭയാണ്, പെർമനൻറ്റ് ഹൗസാണ്. ഇനി 9ാമത്തെ ചോദ്യം നോക്കാം. പ്രിപ്പയർ എ ഷോർട്ട് നോട്ട് ഓൺ ദ ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ഹാരപ്പൻ സിറ്റി. ഹാരപ്പൻ സിറ്റിയുടെ ഒരു പ്രധാന പ്രത്യേകതയാണ് ഡ്രെയിനേജ് സിസ്റ്റം. അതിൻ്റെ ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞത്. എത്ര ഫീച്ചേഴ്സ് എഴുതണം? ഫീച്ചേഴ്സ് റൈറ്റ് ഷോർട്ട് നോട്ടാണ് എഴുതാൻ പറഞ്ഞത്. ഓക്കെ. ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ഹാരപ്പൻ സിറ്റീസ്, ദ വേസ്റ്റ് വാട്ടർ ഫ്രം ദ ഹൗസസ് വാസ് ലെറ്റ് ഔട്ട് ടു ദ ഡ്രെയിൻസ്. ദീസ് ഡ്രെയിൻസ് were connected to the main drain of the street. The drains were built on burned bricks and covered with stone slabs. Effective drainage system existed even in small towns and villages. അപ്പോൾ ഇത്രയൊക്കെയാണ് ഹാരപ്പൻ സിറ്റീസിലെ ഡ്രെയിനേജിൻ്റെ പ്രത്യേകതകൾ. എന്തൊക്കെയാണ്? ഓരോ വീടിനും എന്തുണ്ടായിരുന്നു? ഡ്രെയിനേജ് സിസ്റ്റം ഉണ്ടായിരുന്നു, അഴുക്കുചാൽ സിസ്റ്റം ഉണ്ടായിരുന്നു. വീടുകളിൽ നിന്നുള്ള മലിനജലം ചാലുകളിലേക്ക് ഒഴുകിയിരുന്നു. ഈ ചാലുകളെ നഗരത്തിലെ പ്രധാന അഴുക്കുചാലുമായി ബന്ധിപ്പിച്ചിരുന്നു. അവ ചുട്ട ഇഷ്ടികൾ കൊണ്ടാണ് നിർമ്മിച്ചിരുന്നത്. സ്ലാബുകൾ ഉപയോഗിച്ച് അവ മൂടിയിരുന്നു. ഓക്കെ. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് സോയിൽ ഫോർമേഷൻ? ഇത് നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, പാരൻ റോക്സ്, ടൈം, പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. ഏതൊക്കെയാണ്? ക്ലൈമറ്റ്, ടോപ്പോഗ്രഫി, പാരൻ റോക്സ്, ടൈം, പ്ലാന്റ് ആൻഡ് ആനിമൽസ്. ഇനി അടുത്ത 11ാമത്തെ ചോദ്യം നോക്കാം. വാട്ട് ഇൻഫോർമേഷൻ do we get about the Chalcolithic age from the evidence discovered from catalog? എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്? Ancient forms of urban settlement, houses were built using mud bricks, remains of wheat and barley, pictures were drawn on the walls of the hut. ഇനി അടുത്ത ചോദ്യം നോക്കാം. അടുത്ത മാച്ച് ചെയ്യാനാണ്. ആൻസർ എനി 2 ഫ്രം ദ 12 to 14. ഈച്ച് കാരീസ് 4 സ്കോർസ്. 4 സ്കോറാണുള്ളത്, 4 മാർക്കാണുള്ളത്. നമുക്ക് ആദ്യം ഇതൊന്ന് മാച്ച് ചെയ്ത് നോക്കാം. ഫറോവ നമുക്ക് എന്തെഴുതാം? ദ കിങ് എന്നെഴുതാം. പിരമിഡ് എന്ന് പറഞ്ഞാൽ ടോംബാണ്. ഹീറോഗ്ലിഫ്സ് എന്ന് പറഞ്ഞാൽ സാക്രഡ് റൈറ്റിംഗ്, വിശുദ്ധമായ എഴുത്ത്. സ്പിനിക്സ് എന്ന് പറഞ്ഞാൽ സ്കൾപ്ചർ. ഓക്കെ. വളരെ എളുപ്പത്തിലുള്ള 4 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാം. ഇനി അടുത്തത് മെയിൻ കോസസ് ഓഫ് ദ ഫാൾ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ. ഹാരപ്പൻ സിവിലൈസേഷൻ്റെ അധപതനത്തിന് കാരണമായത് എന്തൊക്കെയാണ്? ഫ്ലഡ്, എക്സ്റ്റേണൽ ഇൻവേഷൻസ്, ഡിഫോറസ്റ്റേഷൻ, ഡിക്ലൈൻ ഓഫ് അഗ്രികൾച്ചർ സെക്ടർ, എപ്പിഡമിക്സ്. ഓക്കെ. ഇനി 14ാമത് നമുക്ക് നോക്കാം. ഫീച്ചേഴ്സ് പാലിയോലിത്തിക് ഏജും നിയോലിത്തിക് ഏജും. പോട്ടറി വെസൽസ് വെർ വൂവൺ ഔട്ട് ഓഫ് ദി ബാർക്ക് ഫൈബർ, മെയ്ഡ് പോട്ട്സ് ഓഫ് ക്ലേ. ഇനി അടുത്ത നമുക്ക് ആയിട്ട് എന്ത് എഴുതാം? റഫ് സ്റ്റോൺ ടൂൾസ് എഴുതാം. അതേപോലെ തന്നെ പോളിഷ്ഡ് സ്റ്റോൺ റോഡ്സ്. ഇവിടെ റഫായിരുന്നു, ഇവിടെ പോളിഷ്ഡ് ആയിരുന്നു. ഇനി അടുത്തത് ഹണ്ടിങ്, ബിഗിനിങ് ഓഫ് കൾട്ടിവേഷൻ. ഇനി അടുത്ത എന്താണ്? റൈറ്റ് 2 ഫ്രം ക്വസ്റ്റ്യൻസ് 15 to 70. ഈച്ച് കാരീസ് 5 മാർക്കാണ് ഓരോന്നിനുള്ളത്. എക്സ്പ്ലെയിൻ ദ ഫീച്ചേഴ്സ് ഓഫ് ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ. അതെഴുതണം. അനലൈസ് ദ ടെക്നോളജിക്കൽ പ്രോഗ്രസ് അറ്റൻഡ് ഡ്യൂറിങ് ദ നിയോലിത്തിക് ഏജ്. Conservation of soil is essential for the sustenance of life. Elucidate this statement. അപ്പോൾ നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഓക്കെ. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യത്തിൻ്റെ ആൻസർ നോക്കാം. ഗ്രാനറി ആൻഡ് അഗ്രികൾച്ചർ ഇൻ ദ ഹാരപ്പൻ സിവിലൈസേഷൻ. There were big buildings with the facility to dry and store grains. To store grains. The surplus agriculture products were stored in granary. The remains of wheat, barley, millet, sesame, pulses, etc. have been found there. The grains collected in the form of revenue were also kept there. The grains stored were made available to the public. ഓക്കെ.
ഇനി അടുത്തത് ടെക്നോളജിക്കൽ പ്രോഗ്രസ് ഇൻ നിയോലിത്തിക് ഏജ്. ഷാർപ്പൻഡ് ആൻഡ് പോളിഷ്ഡ് സ്റ്റോൺ ടൂൾസ്. വുഡൻ വീൽസ് were used to making pottery. Rafts were used for water transportation. Ornaments made of stones, wood and bone. Harpoons and fishing hooks. Harpoons and fishing. ഓക്കെ, ഇനി അടുത്ത് നോക്കാം കൺസർവേഷൻ ഓഫ് സോയിൽ. വൺസ് ദ ടോപ്പിൾ സോയിൽ ഈസ് ലോസ്റ്റ്, what is left behind is barren bad or rocky surface. It will take thousands of years for the topsoil to generate. Topsoil is essential for the continued sprouting of life. For the conservation of soil is only solution. Different types of soil എന്താണ്? Check deforestation, terrace farming along hill slopes, construction of check dams, planting of trees. Okay, thank you.